ഹായ് ഓൾ. ഈ 17-ാം തീയതി ഓഗസ്റ്റ് 17-ാം തീയതി നടത്താൻ ഫിക്സ് ചെയ്തിരുന്ന LLM എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. എന്നത്തേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് സൈറ്റിൽ വന്നിട്ടില്ല. അപ്പൊ അത് പിന്നീട് മാറ്റിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പരീക്ഷ തീയതി ഇപ്പൊ 17-ാം തീയതി നടത്താൻ ഇരുന്നത് മാറ്റിയിട്ടുണ്ട്. 17-ാം തീയതി നിങ്ങൾക്ക് എക്സാം ഇല്ല. നിങ്ങൾക്ക് ആർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ടെൻഷനിലായിരുന്നു. അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്ത് മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരാത്തതിന്റെ റീസൺ ഇതാണ്. എക്സാം നിങ്ങൾക്ക് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇററും കൊണ്ടോ അപ്ലോഡ് ചെയ്തതിന്റെ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല, അപ്ലോഡ് ചെയ്തതിന്റെ ഇഷ്യൂ അല്ല. ആർക്കും അഡ്മിറ്റ് കാർഡ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നത്തേക്കാണ് എന്നുള്ളത് പിന്നീട് നോട്ടിഫിക്കേഷൻ വഴിയായി വരുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ 17-ാം തീയതി എക്സാം ഇല്ല. ആ കാര്യം അറിയിപ്പ് വഴിയായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ LLB എൻട്രൻസ് കുട്ടികൾ അവർ ആരെങ്കിലുമൊക്കെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്തവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. ഈ പ്രിന്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പ്രിന്റ് എടുത്താൽ മതി. നിങ്ങൾ കഫേയിൽ പോയി പ്രിന്റ് എടുത്താൽ മതി കേട്ടോ. പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ പ്രിഫറബിളി നിങ്ങളത് പ്രിന്റ് ചെയ്യുന്നത് കളർ ഫോട്ടോ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. LLM എൻട്രൻസിനാണെങ്കിലും LLB എൻട്രൻസിനൊക്കെ ആണെങ്കിലും നിങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ കളർ പ്രിന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പ്രിഫറബിളി അതായിരിക്കും ബെറ്റർ. അത് അവിടെ പറയുന്നുണ്ട് സൈറ്റിലും, പ്രിഫറബിളി കളർ പ്രിന്റ് ആണ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു ഡൗട്ട് കുട്ടികൾ ചോദിച്ചിരുന്നത് ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഡ്രസ് കോഡ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല. നമ്മളൊരു നോർമൽ എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ഡ്രസ്സ് ഇടുവോ ആ ഒരു രീതിയിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോകാവുന്നതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും പറയുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ എന്ത് കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് കൊണ്ടുപോകണം, ഏതെങ്കിലും ഐഡന്റിറ്റി പ്രൂഫ് കൊണ്ടുപോകണമെന്ന്. അപ്പം അതിന് ഏതൊക്കെയാണ് ഐഡന്റിറ്റി പ്രൂഫ് വേണ്ടത് എന്നുള്ളത് CBT മോഡ് എക്സാമിന്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയുന്ന ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കൊണ്ടുപോയാൽ മതി. വിത്ത് പ്രൂഫുള്ള ഒരെണ്ണം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡും പ്രിന്റ് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. LLM എൻട്രൻസിന്റെ നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് ഡേറ്റ് ഏതാ വന്നതെന്നുള്ളത് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് LLB എൻട്രൻസ് കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആ ജസ്റ്റ് സൈറ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ കാൻഡിഡേറ്റ് പോർട്ടലിന്റെ ലിങ്കിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയവരാണ് എങ്കിൽ പോലും നിങ്ങൾ ഫൊർഗോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ മെയിൽ വരും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി കോഡ് കാണും. ആ കോഡ് അവിടെ തന്നിരിക്കുന്നതും അതേപടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ഫോട്ടോ മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ അവിടെ സൈഡിലായിട്ട് ഒരു 3 വര കാണും. അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതല്ലാതെ നിങ്ങൾ അയ്യോ എൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നില്ല എന്ന് വിചാരിക്കരുത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള ഡൗട്ട് ഉണ്ട് എങ്കിൽ പറഞ്ഞാൽ മതി. ഇതല്ലെങ്കിൽ നിങ്ങളൊരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിലൊക്കെ പോയാൽ മതി, അവർ എടുത്തു തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഇനി അതല്ല എങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു 3 വരെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ വല്ലോ മെമ്മോ വന്ന് കിടപ്പുണ്ടെങ്കിൽ ആ മെമ്മോ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുള്ളവർക്ക് അഡ്മിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണും. പ്രിന്റ് ചെയ്യുക. നിങ്ങളത് പ്രിന്റ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളത് പ്രിന്റ് എടുക്കുക കേട്ടോ. പ്രിന്റർ വഴിയാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കഫേയിലൊക്കെ പോയി പ്രിന്റ് എടുക്കുക. അത് പ്രിന്റ് എടുത്താൽ വെക്കണത് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി പ്രിഫറബിളി കളർ പ്രിന്റ് എടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, ഒരു 10 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളത് കളർ പ്രിന്റ് എടുത്തും വെക്കുക. അപ്പോൾ ആ രീതിയിലാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിരുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ LLM എൻട്രൻസിൻ്റെ ഡേറ്റ് മാറ്റി ഇതും കൂടി അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു.